നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് രാജ്യത്തെ യുവജനത നടത്തിയ ഐതിഹാസികമായ സമരത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ കാൽച്ചുവട്ടിലെ മണ്ണിളകുന്നു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് ഏതാനും വർഷങ്ങളായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന ആരോപണത്തിന്റെ പരിസമാപ്തി കൂടിയാണ് രാജ്യം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ യുവാക്കൾ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങി നേടിയ വിജയം. യുവജനതയുമായി എപ്പോഴും സംവദിക്കാനും അവർക്ക് ഊർജം പകരാനും എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ യുവാക്കൾ നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്തർ സമരത്തിന് മുന്നിൽ കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എതിർ ശബ്ദങ്ങളെ മുഖവിലക്കെടുക്കാതെ കഴിഞ്ഞ 10 വർഷത്തിലധികമായി രാജ്യം ഭരിച്ചു വരുന്ന നരേന്ദ്രമോദി സർക്കാർ പതിവ് പോലെ ഇക്കുറിയും യുവാക്കളുടെ സമരത്തെ പുച്ഛിച്ചു തള്ളുന്ന സമീപനം സ്വീകരിച്ചതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നത്. ഓണം ഉറക്കവും പോലും ഉപേക്ഷിച്ച് നേതാക്കൾ യുവാക്കൾക്കൊപ്പം സമരമുഖത്ത് നിലയുറപ്പിച്ചതോടെ സർക്കാരിനും നിൽക്കളിയില്ലാതാകുകയായിരുന്നു. യുവാക്കളുടെ സമരത്തെ പലവിധത്തിൽ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഇരട്ടി ഊർജത്തോടെ കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും യുവാക്കൾ കൂട്ടത്തോടെ രാജ്യ തലസ്ഥാനത്തേക്ക് ഇരച്ചെത്തി. ഇതോടെ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സമരത്തിന് ഡൽഹി വേദിയാവുകയായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ മോദി സർക്കാരിന് അംഗീകരിച്ചു നൽകേണ്ടിയും വന്നു. ധർമ്മേന്ദ്ര പ്രധാന് പകരമായി പ്രഹ്ലാദ് ജോഷിയെയാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രധാനമന്ത്രി നിയോഗിച്ചിരിക്കുന്നത്. 2019 മുതൽ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇദ്ദേഹം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ്. ദേശീയ പരീക്ഷാ ഏജൻസി പരിഷ്കരണം, നിയുക്ത ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ പ്രവർത്തന സജ്ജമാക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രിയെ കാത്തിരിക്കുന്നത്. സമരക്കാരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചുവെങ്കിലും മന്ത്രിയുടെ രാജി കൂടാതെയുള്ള മറ്റ് ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സമരരംഗത്ത് തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കും വരെ രാഹുൽ ഗാന്ധിയുടെ ചാത്രോംഖി ഗൂഞ്ചന്ത പരിപാടി തുടരാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടങ്ങാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇതോടെ വരും നാളുകളിലും ഡൽഹി കൂടുതൽ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നാണ് വ്യക്തമാകുന്നത്.